ശ്രീ ഡോക്ടർ ശിവപ്രസാദ്, ABC-യുടെ തിരുവനന്തപുരം ബ്യൂറോയിലേക്ക് സ്വാഗതം. ആയിക്കോട്ടെ സാർ. താങ്കൾ മണ്ഡല പര്യടനത്തിലൂടെ എറണാകുളത്ത് നിന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തിരുവനന്തപുരത്തിൻ്റെ മണ്ണാണ്. താങ്കൾ തിരുവനന്തപുരത്തുകാരനാണ്. പക്ഷേ ഈ തിരുവനന്തപുരത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ BJP ഭരിക്കുന്നു. പലരും പറയുന്നത് കോർപ്പറേഷൻ പിടിച്ചതുകൊണ്ട് നിങ്ങളങ്ങ് ഇവിടെ മുഴുവൻ അങ്ങ് പിടിച്ച് ഒന്നും നേടാൻ പോകുന്നില്ല, കാത്തിരിക്കാം, ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ്. നരേന്ദ്രമോദിയുടെ ഈ കഴിഞ്ഞ സന്ദർശനത്തിനകത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 80കളുടെ ഒരു ഘട്ടത്തിൽ ഒരു കോളത്തിൽ പോലും BJP പറ്റി വാർത്ത വരാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അത് ഓർത്തോണം എന്ന് മറുപടിയും കൊടുത്തിട്ടാണ് പോയത്. കേരളത്തിൽ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് ആദ്യം എടുത്താൽ BJP വലിയ ലക്ഷ്യം വയ്ക്കുന്ന ഇടമാണ്. ലോക്സഭയിൽ തൃശ്ശൂരാണ് ആദ്യം പോയത്. പക്ഷെ ഇവിടെ ഇക്കുറി എന്തെങ്കിലും സംഭവിക്കുമോ തിരുവനന്തപുരത്ത്? ഇത് സാറേ ഇക്കുറി സംഭവിക്കേണ്ടതാണ്. അതായത് ഞാനിപ്പോൾ കാണുന്നത് ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും രാഷ്ട്രീയത്തിൽ ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്നുവരെ അനുഭവിച്ച ഒരു പ്രസ്ഥാനമാണ് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം. വാർത്ത പോലും പത്രങ്ങളിൽ ഇടുന്നില്ല, തമസ്കരിക്കുന്നു. എല്ലാ അർത്ഥങ്ങളിലും BJPയുടെ ഒരു പ്രവർത്തനവും താഴെത്തട്ടിലേക്ക് വരാതിരിക്കാൻ മുഖ്യധാര മറ്റ് പാർട്ടികൾ, ഇടത് വലത് മുന്നണികൾ പരിശ്രമിക്കുന്നു. ഈ പരിശ്രമത്തിനിടയിലൂടെ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഇങ്ങേയറ്റം നമുക്ക് പാറശാല ഒഴിവാക്കാം. തിരുവനന്തപുരത്തും കാസർഗോഡും ഈ മണ്ണ് BJPക്ക് അനുകൂലമായി ഉഴുതുമറിക്കുന്നതിൽ ചില സംഭാവനകൾ മുമ്പേ നടന്ന നേതാക്കൾ ചെയ്തു വച്ചിട്ടുണ്ട്. കാസർഗോഡ് ചെയ്തത് മാരാർജിയാണ് എങ്കിൽ ഇവിടെ ചെയ്തത് ഹിന്ദു മുന്നണിയുടെ പേരിൽ എന്ത് രാജ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, കേരളവർമ്മ രാജ, ഹിന്ദു മുന്നണിയുടെ പേരിൽ തെങ്ങടയാളം, തെങ്ങടയാളം, ആ തെങ്ങൊക്കെ പൊട്ടിച്ച്, ഞാനൊക്കെ അന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ്. അന്ന് ഞാൻ കേരളവർമ്മയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അന്ന് നമ്മുടെ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. അന്ന് ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ്, കരാളഞ്ഞ ഇടതുപക്ഷ പ്രവർത്തകനാണ്. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ കേരളവർമ്മ രാജയുടെ പ്രകടനമൊക്കെ കണ്ടിട്ട് തെങ്ങുമൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ട് അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യാനാ എന്നൊരു തോന്നലാണ് നമുക്ക് അന്നുണ്ടായത്. പക്ഷേ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അന്ന് അദ്ദേഹം ഉഴുതുമറിച്ചിട്ട മണ്ണിലൂടെയാണ് ഇന്ന് ഈ 50 സീറ്റുകളിൽ എത്തി കോർപ്പറേഷൻ നിൽക്കുന്നത്. അപ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം, ഞാൻ കവടിയാർ താമസക്കാരനാണ്. പക്ഷേ കുറവങ്ങണം വാർഡാണ് എൻ്റെ വാർഡ്. ഞങ്ങളുടെ റോഡിന് ഇപ്പുറത്ത് കുറവങ്ങണം വാർഡും അപ്പുറത്ത്. BJP അൽപ്പൂടി ശ്രദ്ധ പതിപ്പിച്ചിരുന്നെങ്കിൽ 51 എത്തുമായിരുന്നു. സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം കവടിയാർ വാർഡ് നഷ്ടപ്പെടുന്നത് BJPക്ക് ഒരു വോട്ടിനാണ്, ഒറ്റ വോട്ട്. ഇക്കുറി ഒരു സീറ്റിനാണ് അവർക്ക് ഭൂരിപക്ഷം നട്ടത്, രണ്ടും കവടിയാർ. അല്ല, ഞാൻ ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ 8ാമത്തെ വാർഡാണ്, ചെല്ലമംഗലം വാർഡ്. അവിടെ കഴിഞ്ഞ തവണ BJP ആയി, ഇത്തവണ 75 വോട്ടിനാണ് തോറ്റിരിക്കുന്നത്. CPM കൊണ്ടുപോയി. ഇതൊക്കെ BJPയുടെ ചില കഴിവുകേടിൻ്റെ അങ്ങേയറ്റമാണ്. അതായത് ഇവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിൽ എന്തോ ഒക്കെ പ്രശ്നങ്ങൾ അതിനകത്ത് ഇനിയുമുണ്ട്. അത് പൊളിറ്റിക്കലി ഇവർ ചില കാര്യങ്ങൾ CPM കണ്ടുപിടിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ വിദേശത്ത് നിന്ന് വന്ന ഒരു സുഹൃത്ത് 2 ദിവസത്തേക്ക് തിരുവനന്തപുരത്തേക്ക് നാട്ടിലേക്ക് എത്തി, 2 ദിവസം തിരിച്ചു പോകും. പെട്ടെന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം എന്ന് പറഞ്ഞു. ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. അവിടെ ചെല്ലുമ്പോൾ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ഒരു CPM പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ പേര് പുതിയ വോട്ടർ പട്ടികയിലില്ല കേട്ടോ, ഞങ്ങളത് ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ പേര് പുതിയ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ള വിവരം ഇതുവരെയും അവിടുത്തെ BJPക്കാർ, നിരന്തരമായി ഞാൻ കാണുന്ന BJPക്കാർ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഉണ്ട് എന്നാണ് അവർ ഇന്നലെ വരെ എനിക്ക് പറഞ്ഞത്. ഇന്ന് കയറുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളീ പറഞ്ഞ സത്യമാണോ? ഉണ്ടെന്നാണല്ലോ എനിക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞു. ചേട്ടനെ ഒഴിവാക്കാൻ പറ്റും, നിങ്ങളെന്ന് എനിക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതായത് സ്ഥിരമായി ഇത് ഉറപ്പായും ഒരു CPM വോട്ടാണ് എന്നുള്ളതുകൊണ്ട് അവർ പിന്നാലെ നിൽക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നാളെ നടന്നാലും ചേട്ടനെ വിളിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ തോൽവിയുടെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന CPMൻ്റെ അടിത്തട്ടിലെ പ്രവർത്തകർ CPMന് വേണ്ടി വോട്ട് പിടിക്കുന്നതും പേര് ചേർക്കുന്നതുമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ പാഠവും ഇനിയും BJPക്ക്
സിദ്ധിച്ചിട്ടില്ല. അതുകൂടി സിദ്ധിച്ചിരുന്നെങ്കിൽ ഈ 50 അല്ല, ഇതിലേറെ സീറ്റുകൾ എടുക്കണം. അപ്പോൾ പൊളിറ്റിക്കലി അവർ CPM കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കോൺഗ്രസ്സായി മാറാൻ പിന്നെ ഈ പ്രവർത്തകരെ അനുവദിച്ചുകൂടാ. പണ്ടും ഞാനത് പറയുന്നു, വ്യക്തമായി പറയുന്നു. CPM പിന്നെ നമുക്ക് പിന്നെ ഒരുപാട് CPM നേതാക്കളെ നമുക്ക് പരിചയമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, മാധ്യമപ്രവർത്തകരായിരിക്കും ഇല്ല, നമ്മളൊരു കാര്യം അങ്ങനെ വഴിവിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഈ BJP പ്രവർത്തകരോടും മറ്റും കാണുമ്പോൾ ഞാൻ സ്നേഹപൂർണ്ണമായിട്ട് ഞാൻ അവരോട് പറയും, ഇവിടുത്തെ BJP പ്രവർത്തകരെ ആദ്യം ചെയ്യേണ്ടുന്നത് നിങ്ങൾ 1 വർഷം ചെലവും കൊടുത്ത് നോർത്തിലേക്ക് അയച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പഠിപ്പിക്കണം, എന്നിട്ടിവിടെ വരണം. ഇവർക്കിപ്പോഴും തിരഞ്ഞെടുപ്പ് അറിഞ്ഞൂടാ. സാറേ, ഞങ്ങളൊക്കെ 18 ഞങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടി പറഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളുണ്ട്, അദ്ദേഹം ഒഴിവാക്കുന്നു. കാരണം ഇതിൽ 18-19 വയസ്സാകുമ്പോൾ നമ്മൾ ഇന്നേജൻ്റായിട്ട് CPM വേണ്ടി ഇടതുപക്ഷം ഇതിനു വേണ്ടി നമ്മൾ ഇരുന്ന ആൾക്കാരാണ്. എത്ര കൃത്യതയുള്ള നമ്മളിപ്പോൾ 947 വോട്ടാണ് ഇവിടെ കിട്ടുന്നത് വെച്ചാൽ ചിലപ്പോൾ 927 ഇപ്പോൾ 37 ഇപ്പോൾ ഒരു 10-30 15-30 വ്യത്യാസമൊന്നും വരില്ല. അത്ര അച്ചട്ടായിട്ട് നമ്മൾ കാര്യം പറയും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്താ? പാലക്കാട് കണക്കുമായി ഇപ്പോൾ CPM പോലും ആ വീട്ടിൽ വീണിരിക്കുന്നു. അവർ ഊഹിച്ചൊക്കെ ഈ മേൽത്തട്ട് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, മേൽക്കമ്മിറ്റികളെ ബോധ്യപ്പെടുത്താൻ കണക്ക് പറയും. പക്ഷെ ഇപ്പോഴും ഇത്തരം അച്ചടക്കമുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനം BJP പഠിച്ചിട്ടില്ല. പഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അമിത്ഷായൊക്കെ പിന്നെ പലപ്പോഴും നമ്മൾ രാജീവ് സർദാരിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്ര ചിട്ടയോടുകൂടിയാണ് പിന്നെ ഈ പ്രവർത്തനം നടത്തി. ഇന്നത്തെ നമ്മൾ മുൻനിര അമിത്ഷാ വെറുതെ അല്ല, അദ്ദേഹം ഒരു സുപ്രാതിൽ കയറി അവിടെ ഇരുന്നല്ല ആ മനുഷ്യനെ അടുക്കും ചിട്ടയോടെ പ്രവർത്തിച്ച് ഇതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെ അവലോകനം ചെയ്ത് ഇത് നടപ്പിൽ വരുത്തി ചിന്തിച്ച് ഒക്കെ ചെയ്ത മനുഷ്യനാണ് അയാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം ഇപ്പോൾ കേരളത്തിലുണ്ട്. ആ മേൽത്തോട്ടത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഇതാണ്. ഇവർക്ക് വളരെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, ഇവർ പഠിപ്പിക്കണം, ഹൗ ടു എന്നുള്ള കാര്യം പഠിക്കണം. പലപ്പോഴും അവർക്കറിയില്ല, അവർ ഉപരിപ്ലവമായി അവരിത് പറയുന്നു, ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ഇവർക്ക് പിന്നെ ആൾക്കാർ ഈ മടുപ്പ് കൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരവും ഇതും പൂരി എങ്ങനെ വോട്ട് എന്ന് വിചാരിച്ചിട്ട് തള്ളി കൊടുക്കുന്ന വോട്ടാണ് കിട്ടുന്നത്. അല്ലാതെ ഇവരുടേതായ പ്രവർത്തനം കൊണ്ട് ഇവർ പിന്നെ സ്വരൂപിക്കുന്ന വോട്ടുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. മറ്റേ വോട്ടാണ് കൂടുതൽ വരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് വരേണ്ടത് സ്വതസിദ്ധമായി BJP പാനലിലേക്ക് വരേണ്ടുന്ന വോട്ടുകളെ സമാഹരിക്കുന്നതിൽ ഈ ഇവരുടെ പിന്നെ പ്രവർത്തകർ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അവർ പിന്നെ ഇപ്പോഴും ഇവരുടെ പ്രവർത്തനം ഇനിയും ഒന്നുകൂടെ ഉണരേണ്ടിയിരിക്കുന്നു. ഉണർന്നാൽ ഇപ്പോൾ വരുന്ന വോട്ടുകളെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വിരുദ്ധ വികാരത്തിൻ്റെ ഇത് മടുത്തിട്ട് കിട്ടുന്ന വോട്ടാണെന്നേ. 100 വോട്ട് കിട്ടിയാൽ അതിൽ 70 മടുത്തിട്ട് കിട്ടുന്ന വോട്ടാണ്. അതിപ്പോഴും കിട്ടില്ല. നമുക്ക് ഈ പിന്നെ ഒരു പ്രത്യേക വോട്ട്, ഒരു ബേസ് വോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ പോക്കറ്റിൽ ഇത്ര വോട്ടുണ്ട് എന്ന് CPM അറിയാം, നമ്മുടെ പോക്കറ്റിൽ ഇത്ര വോട്ടുണ്ടെന്ന് പിന്നെ കോൺഗ്രസിന് അറിയാം. അതേപോലെ ഒരു വോട്ട് ഇത്രയുണ്ട് എന്ന് BJPക്ക് കേരളത്തിൽ ഏതെങ്കിലും തിരുവനന്തപുരം സ്വാഭാവികമായിട്ട് നമുക്കൊരു വലിയ റേഞ്ച് വ്യത്യാസം വരുന്നില്ല. അങ്ങനെ എടുത്തു പറയാവുന്ന പിന്നെ കേരളത്തിൽ എത്ര മണ്ഡലങ്ങളുണ്ട്? ഇത്തവണ അവർ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഇതൊക്കെ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ അമിത്ഷാ എല്ലാവരെയും കൊങ്ങയ്ക്ക് പിടിക്കും തീർച്ചയായും. അതുറപ്പ്. പക്ഷേ ഈ നിയമം നമ്മൾ പിന്നെ അതിന് മരുന്നുണ്ട്. ഞാനിപ്പോൾ അടുത്ത കാലത്തായിട്ട് ഞാൻ നമ്മുടെ മാധ്യമ സമരത്തിൽ തന്നെ ഞാനിത് അഭിപ്രായം പറഞ്ഞിരുന്നു. ഈ നിയമം കിട്ടുമെന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഈ ശിവൻകുട്ടി ഇറങ്ങിയ എനിക്ക് സംശയമാകട്ടോ, ശിവൻകുട്ടിക്കുള്ള ഒരു ബന്ധം വളരെ കൂടുതലാണ്. ആൾക്കാരുടെ തോളിൽ തട്ടി പേരെടുത്ത് വിളിക്കും പൊളിറ്റീഷ്യനാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ശിവൻകുട്ടിക്ക് ഇല്ലാത്ത ചില ഗുണങ്ങളുണ്ട്. അതൊക്കെ ഒരു വിഷനുണ്ട്. പക്ഷേ ഈ സാധാരണ ഇനത്തിന് ഈ വിഷൻ അതല്ല. ശിവൻകുട്ടി വന്ന് എൻ്റെ തോളിൽ കൈയിട്ടു, എന്താ നാരായണൻ നായര് എന്ന് ചോദിച്ചു. അതാണ് അവിടെ ഇപ്പോൾ ഗൃഹസന്ദർശനം ഞാൻ എപ്പോഴും പറയും, ഗൃഹസന്ദർശനം ദിസ് ഇസ് ടൂൾ, ഇലക്ഷൻ ടൂളാണ്. സാറൊന്ന് പുറകോട്ട് നോക്കൂ. 90കളുടെ ആദ്യം മുതൽ ഈ ഇലക്ഷൻ ടൂള് CPM ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ച ടൂളാണ്. ആന്റണിയെ മാറ്റാൻ ഉപയോഗിച്ചു. എത്രയോ ഗൃഹസന്ദർശിച്ച് പോയ ഒരാളാണ് ഞാൻ. ആ ടൂളാണ്. അത് പിന്നീട് ഉമ്മൻചാണ്ടിയെ ഇറക്കാൻ ഉപയോഗിച്ചു. ഇങ്ങനെ ഇനി ഇതേ ഗൃഹസന്ദർശനം എങ്ങനെ എതിർപക്ഷത്തിൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി മാത്രമല്ല സ്വന്തം പക്ഷത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ, ഇടതുപക്ഷ സർക്കാർ പിന്നെ കഴിഞ്ഞിട്ട് ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന വേളയിൽ അവർ വീണ്ടും പറഞ്ഞിരുന്നു, അപ്പോഴും ഗൃഹസന്ദർശനം നടത്തിയവർ. അപ്പോൾ സ്വന്തം സർക്കാരിനെ കുറിച്ച് മോശം പറയണമല്ലോ. ഇതാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, ഒപ്പം ഉണ്ടായിരുന്നു
എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് അന്ന് ഗൃഹസ്ഥൻ അല്ല, നടത്തിയത്. പല വീടുകളിലും ചെല്ലുമ്പോൾ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഉണ്ട്, കേട്ടോണ്ട് നിൽക്കുക, കേട്ടോണ്ട് സമസ്ത അപരാധവും പറഞ്ഞ്. ഇപ്പൊ വീണ്ടും ഗൃഹസ്ഥനും പറയുന്നു. അപ്പൊ നമ്മളൊരിക്കലും എമ്മർക്ക് വട്ടാണോ? അങ്ങനെയല്ല. ഇപ്പോൾ സാറേ MLA വരുന്നു, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു, അവിടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എൻ്റെ വീട്ടിൽ വരുമ്പോൾ സാർ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, അപ്പോൾ സാറും കൂടി വരുമ്പോൾ സാർ ശിവപ്രസാദൊക്കെ പോട്ടെന്നെ, ഞാനല്ലേ പറയുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത്രയും ചീത്ത പറഞ്ഞ് കേട്ടോണ്ടില്ല ആ മനുഷ്യൻ. ഇത്ര കൊടുത്ത് ഇതുണ്ടാവും സാർ. 5 to 7% ഓഫ് ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു മാറ്റും. അപ്പോൾ ഇപ്പോഴത്തെ കണക്കുകളും ഒരു 7% വോട്ടും കൂടി ആയാലേ, ഈ 7% വോട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിടത്തും തീരുമാനം എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഏതാണ്ട് 15% ഉള്ള അത് അല്ലാത്ത ആൾക്കാർ വരും. അപ്പോൾ ഈ വോട്ടുകൾ മറിഞ്ഞാൽ CPM ഇനിയും ഭരണത്തിൽ വരില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനെതിരെ BJP എന്ത് ചെയ്യുന്നു എന്നുള്ള സാധ്യത ചോദ്യം. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് BJP എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിസിബിൾ അല്ല. ചെയ്യുന്നുണ്ടായിരിക്കാം, പ്ലാനിങ് ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മളത് കാണുന്നില്ല. അവിടെയാണ് പറയുന്നത് ഇലക്ഷൻ തന്ത്രങ്ങളിൽ BJP ഇപ്പോഴും പിന്നാക്കമാണ്. പിന്നെ ഒരു സാധനം, സ്വാഭാവികമായിട്ടും ഈ ഉഴുത് മറിച്ചിട്ട മണ്ണ് തിരുവനന്തപുരം വളക്കുളി കേരളവർമ്മ രാജാവ് ഉൾപ്പെടെ പിന്നീട് വന്ന് കുമ്മനരാശേരൻ, തോൽക്കാനായി ജനിച്ചവൻ എന്ന് ആൾക്കാർ കളിയാക്കുമ്പോഴും രാജഗോപാൽജി ഇങ്ങനെയൊക്കെ നിന്ന് അതിലാണ് വാസ്തവത്തിൽ അത് ഇവർ ഒരു സുപ്രഭാത വോട്ട് നേടിയതല്ല. ഒരുപാട് പേരുടെ വിയർപ്പ് അതിനകത്തുണ്ട്. പണ്ട് അവിടെ പിന്നെ AKG യെപ്പോലുള്ള ആൾക്കാർ കണ്ണൂർ മേഖലയിൽ ഉഴുതു മറിച്ചിട്ട മണ്ണിനെ അതിൽ കൂടി ഫൈറ്റ് ചെയ്തിട്ടാണ് മാരാർജി ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നത്. വീണ്ടും സുരേന്ദ്രൻ അടുത്ത 2 തവണ തോറ്റു, 89,780 എത്ര വോട്ടുകൾക്കും. അവിടെയും ഇത്രയും സുരേന്ദ്രൻ നിന്നാൽ ഒരുപക്ഷെ ജയിക്കും. പക്ഷേ അതൊക്കെ പിന്നെ BJPക്ക് അത് കണ്ടുകൊണ്ട് കേരളം മുഴുവൻ അങ്ങനെ ആവും എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ഇരിക്കേണ്ടതല്ല. നാളെ ഭരണം പിടിക്കണമെങ്കിൽ അമിത്ഷായുടെ ചിന്ത സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഈ അളവിൽ പ്രവർത്തിച്ചാൽ പോരാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.